ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണി സോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കണേ. ഞാനിതോ സേഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർ, നമുക്ക് ഇപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ കഴിഞ്ഞ വിഷു ഒക്കെ എല്ലാവരും അടിച്ച് പൊളിച്ച് ആഘോഷിക്കുകയാണെന്ന് വിചാരിക്കും. നമുക്ക് എന്തായാലും പ്രാവശ്യം വിഷു ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഡെയിലി വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ എന്താ കാരണം എന്നൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ വീഡിയോ എന്ന് വെച്ചാൽ, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നട്ടിട്ടുള്ള നമ്മുടെ ഇഞ്ചി ഉണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നമ്മൾ ഇഞ്ചി പറിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത് കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നടുന്നതെന്ന് ആ രീതിയൊക്കെ നമുക്ക് നോക്കാം. അതായത് ഇഞ്ചി വിത്ത് എങ്ങനെ നമുക്ക് മുളപ്പിച്ചെടുക്കാമെന്ന്. അത് ചെറിയൊരു ഇഞ്ചിയുടെ ഒരു കഷ്ണത്തിൽ നമുക്ക് ഒരുപാട് ഇഞ്ചി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ കുറച്ച് പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ഒരു ഇഞ്ചി വിത്തിൽ നമുക്ക് ഒരുപാട് ഇഞ്ചി നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പറമ്പിൽ നട്ടിട്ടുള്ള ഇഞ്ചിയാണേ. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ഒടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇഞ്ചി വിത്ത് ഇട്ട ടൈമിൽ വെയിൽ അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വിത്ത് ഒടിക്കാൻ വേണ്ടി നമ്മുടെ ആവണിക്കുട്ടി അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഒടിച്ചെടുക്കാം. അപ്പോൾ ഇനി മരുന്ന് മുക്കാനും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം വഴിയെ കാണാം. ഈ ഇഞ്ചി തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഏതൊക്കെ അമ്മ ഇഞ്ചിയിലുള്ള വെറൈറ്റികൾ? ചുക്കിഞ്ചി ഉണ്ട്, നീരിഞ്ചി ഉണ്ട്, വയനാടൻ ഇഞ്ചി ഉണ്ട്. ചുക്കിഞ്ചി, വയനാടൻ ഇഞ്ചി, നീരിഞ്ചി. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ നീരില്ലാത്ത ഇഞ്ചിയാണ് അല്ലേ? ചുക്കിഞ്ചിയാ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചുക്കിഞ്ചിയാണ് ഉള്ളത്. ആവശ്യത്തിന് പോണത് കൊണ്ടാണ് നമ്മളിതിനെ ചുക്കിഞ്ചി എന്ന് പറയാറുള്ളത്. അപ്പോൾ ഈ ചുക്കിഞ്ചി ആക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നന്നായിട്ട് തന്നെ ചുരണ്ടി ഉണക്കിയതിന് ശേഷം ആണ് നമ്മളിത് ചുക്കായിട്ട് മാറ്റുന്നത്. അപ്പോൾ ചുക്ക് കാപ്പി ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഇഞ്ചി ഉണക്കിയത് യൂസ് ചെയ്യാൻ പറ്റുമേ. നമ്മളിവിടെ കൂടുതലായിട്ട് കൊടുക്കാറുള്ളത് ചുക്കിഞ്ചി ആയിട്ടാണ്. കൂടുതലും നമ്മൾ ഈ ഇഞ്ചി വിത്തൊക്കെ റെഡിയാക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കണ്ണടുപ്പുള്ള വിത്തുകൾ നോക്കിയിട്ട് വേണ്ട നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് കണ്ണടുപ്പ് എന്ന് പറയുന്നത് അതേപോലെ കണ്ടോ, ഒരു മുട്ടുമുട്ട്. ഇപ്പോൾ ഇത് ഈ അടുത്തടുത്ത് വരുന്ന രീതിയിലുള്ളത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഇഞ്ചി വേണം എടുക്കാൻ വേണ്ടിയിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് ഉണ്ടാവുന്ന ഇഞ്ചി ഉണ്ടാവല്ലോ, പലതരം ഉണ്ടല്ലോ ഇഞ്ചി വിത്തുകൾ. അപ്പോൾ നന്നായിട്ട് വിളവ് കിട്ടുന്ന ഇഞ്ചി വിത്ത് നോക്കിയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു വിളവ് നമുക്കിത് പറിക്കുന്ന ടൈമിൽ കിട്ടും. അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള വിത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇഞ്ചിക്ക് വരുന്ന മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചീച്ചിൽ കിടക്കുക. അപ്പോൾ കേടൊന്നും ഇല്ലാത്ത നല്ല വിത്ത് നോക്കിയിട്ട് നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ചീച്ചിൽ കിടക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മരുന്നിലൊക്കെ മുക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇഞ്ചി വിത്തൊക്കെ നടുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് വഴിയെ കാണാം. ഇതിപ്പോൾ നമ്മൾ 2 സൈഡിലോട്ട് പറിച്ചിട്ടതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒടിക്കാൻ കിട്ടുന്നുണ്ട്. ഒട്ടും പാടാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി തന്നെയാണല്ലോ. ഇനി നമുക്ക് കുറച്ചുകൂടി പറിച്ചെടുക്കാനുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് പറിക്കാന്ന് വെച്ചിട്ടാണ്. അവനിക്കുട്ടി അങ്ങനെ നമ്മൾ ഇഞ്ചി വിത്ത് ഒടിക്കുന്നതിൻ്റെ ഇടയിൽ നൈസായിട്ട് പോയിട്ടുണ്ട്. അവനിക്കുട്ടി എവിടെ പോവാ? വായോ വായോ. വെയിലത്ത് നിൽക്കണേ. വെയില് വേണം ഇവിടെ. അയ്യോ, അങ്ങനെ ആ വിത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് ഇതിൽ എങ്ങനെയാണ് മരുന്ന് മുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ചാണകം എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഒരു മരുന്ന് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് മരുന്നാന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ചാണകം നന്നായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് കലക്കി എടുക്കട്ടെ. അപ്പോൾ ഒട്ടും ലൂസ് ആവരുത് കേട്ടോ, അത്യാവശ്യം തിക്കായിട്ട് വേണം കലക്കാൻ വേണ്ടി. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു ഇഞ്ചി വിത്തിൽ നന്നായിട്ടൊന്ന് പിടിക്കുകയുള്ളൂ. ഇഞ്ചിക്കൊക്കെ നമുക്ക് എന്തായാലും അത്യാവശ്യം വിലയും കാര്യങ്ങളും ഉണ്ടാവും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ചൊക്കെ എന്തായാലും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൈമിലൊക്കെ ഇഞ്ചിയൊന്നും ഒട്ടും കിട്ടാനില്ലാത്തവർക്ക് ഇതേപോലെ ഒന്ന് കുറച്ച് അതിനെടുത്തിട്ട് ഇതേപോലെ ഒരു വിത്താക്കി മാറ്റിയിട്ട് നമുക്ക് ഗ്രോ ബാഗുകളിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിന് മാത്രം നമുക്ക് കടയിൽ കൊടുക്കാൻ വരെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ അതിൽ നിന്ന് ഇഞ്ചി ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും.
അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചപ്പോൾ ചാണകം നന്നായിട്ട് ഈ ഒരു വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കട്ടെ. നമ്മുടെ ആവണിക്കുട്ടി ഇവിടെ എന്താ കലക്കെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതാ വന്നിരിക്കുവാണേ. ഇതെന്താ? ഇത് ഉമ്പയുടെ ചാണകം. ഉമ്പയുടെ ചാണകം. അതേപോലെ നമുക്ക് വിത്തായിട്ടൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ കയ്യിൽ ഇഞ്ചി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ വിത്താക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്യാഷും സേവ് ചെയ്യാൻ പറ്റുമല്ലോ. അതായത് നമ്മൾ ഇട്ട് കൊടുത്ത ചാണകം നന്നായിട്ട് കൈ വെച്ചൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഒരു കുറുകിയ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എക്കാലക്സ് ആണ്. അപ്പം ഇത് കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം നേരത്തെ ഞാനൊരു മരുന്നൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞതാട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പുഴുക്കേടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണേ. അതേപോലെ തന്നെ ഇഞ്ചി വിത്തിന് ഇതേപോലെ എന്തെങ്കിലും ഒരു മരുന്ന് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടൊന്നും വരില്ല. അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് ആ ഒരു ചാണകമായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് അതിലേക്ക് നമ്മുടെ നേരത്തെ പൊട്ടിച്ചുള്ള നമ്മുടെ ഇഞ്ചി വിത്തൊന്ന് ഇട്ട് കൊടുക്കാം. മാക്സിമം നമുക്കിതിൽ എത്രത്തോളം ഇടാം അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു പാത്രം ഫുള്ളായിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചി വിത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും അത്യാവശ്യം നന്നായിട്ട് ചാണകവും നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു എക്കാലക്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അധികം നേരം നമുക്കിതിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം എടുത്ത് പുറത്തേക്ക് എടുക്കാം. ഇത് കൂട്ടിയിടാം. നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് ഇവിടെ ഒന്ന് നിരത്തിയിടാം. നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ ഇഞ്ചി വിത്ത് ഫുള്ളായിട്ട് നമ്മൾ ചാണകപ്പാല് മുക്കി നന്നായിട്ട് നിരത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് നമ്മളിപ്പോൾ നിരത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങും കുടിച്ചു വരും. ഇപ്പം എന്തായാലും വൈകിട്ടുള്ള ഒരു കാറ്റൊക്കെ കൊള്ളുമ്പോഴത്തേനും നന്നായിട്ട് ഉണങ്ങും. അതേപോലെ നമ്മൾ ഇഞ്ചി വിത്ത് ഒടിക്കുന്ന ഒരു ടൈമിൽ നന്നായിട്ട് തന്നെ വെയിലുണ്ടായിരുന്നില്ല. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഉച്ചയ്ക്കാട്ടോ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നിട്ട് നമ്മൾ അർജൻറ്റായിട്ട് ഒരു സ്ഥലം വരെ പോയി. അപ്പോൾ പോയി വന്നപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ട് അപ്പോൾ പൊട്ടിച്ച അവസ്ഥയ്ക്ക് ഇന്ന് തന്നെ നമ്മൾ മുക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് വാടകയൊക്കെ ചെയ്താൽ പിന്നെ അതിൻ്റെ ഒരു ഗുണം നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയാലും ഇന്ന് തന്നെ അത് ചെയ്തത്. അപ്പോൾ ഇത് നന്നായിട്ട് ചാണകപ്പാലൊക്കെ നന്നായിട്ട് ഒരു കാറ്റൊക്കെ കൊണ്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഈ ഇഞ്ചി വിത്തിലേക്ക് നന്നായിട്ട് പിടിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നോക്കാം കേട്ടോ. നമുക്ക് കുറച്ച് മാവില വെട്ടിയിട്ട് ഒരു ഇരുട്ട് റൂമിൽ നന്നായിട്ട് തന്നെ മൂടി വെക്കണം. അതായത് മാവിലയുടെ പൊക്കത്ത് നന്നായിട്ട് ഇഞ്ചി വിത്ത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ഒരു കുമ്പാരം പോലെ കൂട്ടിയതിന് ശേഷം അതിൻ്റെ പൊക്കത്ത് ഫുള്ളായിട്ട് മാവിലിട്ട് മൂടുക. എന്നിട്ട് ഒരു ഇരുട്ട് റൂമിൽ സ്റ്റോർ ചെയ്താൽ മതി. പിന്നെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ മുള വന്നോളും. പിന്നെ നമുക്ക് ഇത് നടാൻ ഉദ്ദേശിക്കുന്ന ഒരു ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ പുതുമഴ പെയ്യുന്ന ഒരു ടൈം നോക്കിയിട്ടാണ് നമ്മൾ നടേണ്ടത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ വിത്തുകളൊക്കെ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുള്ള വിത്തുകളൊക്കെ നടാൻ പറ്റിയ അടിപൊളി സമയം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇങ്ങനെയാട്ടോ ഇവിടെ ഇഞ്ചി വിത്തായാലും അതേപോലെ തന്നെ പലതരം വിത്തുകളൊക്കെ നമ്മളിപ്പോൾ ചേനയായാലും ചേമ്പായാലും അങ്ങനെ പലതരം വിത്തുകളൊക്കെ ഇങ്ങനെയാണ് മുക്കി വെച്ചിട്ട് നമ്മൾ പിന്നീടാട്ടോ നടാറുള്ളത്. അങ്ങനെ നടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുള വരും. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇഞ്ചി വിത്ത് കൊണ്ട് നടുകയെന്നുണ്ടെങ്കിൽ മുള വരാനൊക്കെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് കാണുന്നത്. ബൈ ടാറ്റ പറ. ബൈ.